നമ്മുടെ കീം 2024-ൻ്റെ തേർഡ് ഡേ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം റിവ്യൂവിനായിട്ട് നമ്മൾ ഇന്നിവിടെ സെയിൻറ്റ് ജോസഫ് കോളേജിലാണുള്ളത്, ചൂണ്ടശ്ശേരിയിൽ. അപ്പോൾ നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം. മക്കളെ പേരെന്നാ? ഇസാൻ. മാർക്ക് ബൈജു. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം മൊത്തത്തോടെ വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കി എൻട്രൻസസ് വെച്ച് നോക്കുമ്പോൾ ഈസി ആയിരുന്നു. ലൈക്ക് ഫിസിക്സും കെമിസ്ട്രിയും മോഡറേറ്റ് സൈഡായിരുന്നു. മാത്സ് ഇച്ചിരി കൂടി ടഫായിട്ട് തോന്നി. ഓക്കെ, ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ? ടൈം മാനേജ്മെന്റ് പറ്റി. അത് അത്യാവശ്യം സിമ്പിൾ. ഒരു ടൈം മാനേജ്മെന്റ് ജെഇ ഒക്കെ പോലെയല്ല, എന്ന് വെച്ചാൽ കൂടെ സിമ്പിൾ ആയിരുന്നു പൊതുവെ കീമിൻ്റെ ലെവല് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഡിഫിക്കൽട്ടി വെച്ച് നോക്കുമ്പം മാത്സിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് എനിക്ക് പ്രത്യേകിച്ച് പിടിച്ചില്ല. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും സിമ്പിളായിരുന്നു, നല്ല സിമ്പിളായിരുന്നു. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നിരുന്നു? ആ, പ്രാക്ടീസ് ചെയ്തൊക്കെ വന്നായിരുന്നു. ഓക്കെ, സെയിം പാറ്റേൺ അതോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ? പാറ്റേൺ അതൊക്കെ പോലെ തന്നെ, ജസ്റ്റ് പ്രീവിയസ് ഇയർ പോലെ വന്നായിരുന്നു. ഓക്കെ, അപ്പം കുറെ കൂടെ എളുപ്പമായിട്ട് തോന്നിയോ? മറ്റ് എക്സാംസ് വെച്ച് നോക്കുമ്പോൾ നല്ല എളുപ്പമായിരുന്നു. പക്ഷേ മാത്സ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് മാത്രമേ കംപ്ലൈന്റ്. ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ടൈം അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി നൈസായിരുന്നു. ഓക്കെ, മൊത്തം സിലബസുമായിട്ടൊരു നീതി പുലർത്തിയ എക്സാം തന്നെയായിരുന്നു? അതെ അതെ, തീർച്ചയായും. എല്ലായിടത്തും തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം നമുക്ക് ന്യൂമറിക്കൽസും. ഇപ്പോൾ ഏതായിരുന്നു കൂട്ടത്തിൽ കുറച്ച് കൂടുതലായിട്ട് തന്നിരുന്നത്? ന്യൂമറിക്കൽസ് ആയിരുന്നോ അതോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്? ന്യൂമറിക്കൽസ് ബേസ്ഡ് അങ്ങനെ കുറച്ചേ ഒന്നുള്ളൂ. ലൈക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് കുറേ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഓക്കെ, അപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈസിയസ്റ്റ് ഏതായിരുന്നു? കെമിസ്ട്രി. രണ്ടുപേർക്കും. ഓക്കെ, സോ വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു സീറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ കീം 2024-ൻ്റെ തേർഡ് ഡേ ആണിന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയുണ്ട് എക്സാം എന്ന് നമുക്ക് അവരോട് ചോദിച്ച് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ നല്ലത്? ഫിസിക്സ് ആയിരുന്നു എളുപ്പം. എല്ലാം വൺ വേർഡ് പോലെ വന്ന് അധികം പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, നല്ല എക്സാം ആയിരുന്നു. പഠിച്ച പോലൊക്കെ എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ എളുപ്പമുണ്ടായിരുന്നത്? കെമിസ്ട്രി ആയിരുന്നു എളുപ്പമാണെന്ന് തോന്നിയത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു? മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ടായിരുന്നു. ലോങ് ടേം ബാച്ചിൽ ജെഇ ബാച്ചിൽ ഉണ്ടായിരുന്നു. അതെ അല്ലേ? അപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓൺലൈൻ എക്സാം ആയിരുന്നു ആദ്യത്തെ? അല്ലല്ല, ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റ് കുറേ വട്ടം ബ്രില്യനിൽ ഓൺലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര ഹെൽപ്ഫുൾ ആയത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? എനിക്കും കുഴപ്പമില്ല. ഞാൻ നീറ്റ് റിപ്പീറ്റർ ആണല്ലേ? അപ്പം ഞാൻ അതിൻ്റെ മോക്ക് ടെസ്റ്റ് പക്ഷേ കണ്ടക്ട് ചെയ്തായിരുന്നു. കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. മാത്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മാത്സും എനിക്ക് +2-ലത്തെ കുറേയൊക്കെ എനിക്ക് പിന്നെയും റിവൈസ് ചെയ്യാൻ പറ്റി. മോൾക്ക് മാത്സ് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, നമ്മൾ മോക്ക് ടെസ്റ്റ് കാണുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. പേരെന്നായിരുന്നു? എൻ്റെ പേര് ഹരിശങ്കർ. ജേക്കബ് ക്രിസ്. ഓക്കെ, സോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരുന്നു ബാക്കിയുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ടൈമിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അത് കുറച്ച് ഇതാണ്. നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്തില്ലെങ്കിൽ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിരുന്നു അല്ലേ? ഓക്കെ, സെയിം ഒപ്പീനിയൻ തന്നെയാണ്. എളുപ്പമുള്ള എക്സാം ആയിരുന്നു. പിന്നെ കെമിസ്ട്രിയിൽ കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കൃത്യം NCERT-യിൽ കറക്റ്റ് ഡേറ്റ് അറിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണെങ്കിൽ വലിയ കാൽക്കുലേഷൻ ഇല്ല. അത്യാവശ്യം സ്പീഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫുൾ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഏതായിരുന്നു 3 സബ്ജക്ട്സിൽ ഏതായിരുന്നു എളുപ്പം? ഫിസിക്സ് ആയിരുന്നു. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നോ വന്നിരുന്നത്? ഓൾമോസ്റ്റ് കുറേയൊക്കെ വന്നായിരുന്നു. പിന്നെ ചിലതൊക്കെ പുതിയതായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ഒക്കെയുള്ളൂ. ഓക്കെ, അപ്പം ഏതായാലും കീം എന്ന് പറയുന്നൊരു കടമ്പ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇപ്പം നിങ്ങളോട് വളരെ ആഘോഷമായിട്ട് തന്നെ ചോദിക്കാം, ഏതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ട ഫീൽഡ്? ഞാൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ്. ഏത് സ്ട്രീമാണ് താല്പര്യം? മെക്കാനിക്കൽ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു വ്യക്തമായ ധാരണയുണ്ട് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റി. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ. ആഗ്രഹിച്ചതുപോലെ തന്നെ ഉള്ള സ്ട്രീമുകളിൽ നിങ്ങളെല്ലാവരും എത്തിപ്പെടട്ടെ. അതുപോലെ തന്നെ നല്ല കോളേജുകളിലും നിങ്ങളെല്ലാവരും എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ കീം 2024-ൻ്റെ തേർഡ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് ഓരോ സ്റ്റുഡൻസിനും റിവ്യൂ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റി നന്നായിട്ട്.
മാത്സ് നല്ലതായിരുന്നു. ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. മാത്സ് വിഷയം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും കീമിൻ്റെ 2024 അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ കമ്പ്യൂട്ടർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ? കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു, നന്നായിട്ട് പോയി. അതിന് മുമ്പ് ഒരു ഡെമോ ഉണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ ഇഷ്ടം? മാത്സ് ആണ്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ നല്ല സ്കോഴ്സ് വാങ്ങിച്ചിട്ട് ഇനിയും ഫർദർ സ്റ്റഡീസ് നന്നായിട്ട് പോകാൻ പറ്റട്ടെ. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.